അതായത് ഡോണ്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റി, ക്രിയേറ്റ് ഇറ്റ്. നമ്മൾ ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞ് ഇപ്പോൾ കൊറോണ കഴിയുന്നവരെ ഇനി പോകണ്ട, വീട്ടിലിരിക്കുക, ഒന്നും ചെയ്യേണ്ട, അല്ലേ? അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആളുകളാണ് കുറേ, ഭൂരിഭാഗം ആളുകളും അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പർച്യൂണിറ്റീസ്, ഈ കൊറോണ കാലത്ത് നമുക്ക് എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളിപ്പം കണ്ടു ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു എന്താണ് വേരിയേറ്റമാണ്, അല്ലേ? എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ നടക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ, അല്ലെ, ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ ഒരുപാട് വന്നിരിക്കുക ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ്, ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസാണ്, ഒരു സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കൊമേഴ്സുകാരെ സംബന്ധിച്ച് ഈ ഓൺലൈൻ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയൊരു എന്താ പറയുക, ഞാൻ പറയാം, വലിയൊരു നേട്ടമാണ് നമുക്ക് തരുന്നത്. നമുക്ക് വലിയൊരു അവസരങ്ങളാണ് തരുന്നത് ഓൺലൈൻ എന്നുള്ള ഒരു സംഭവം. ഓൺലൈൻ മാർക്കറ്റിംഗ് കഴിയുന്നുണ്ടാവും, അല്ലേ? നമ്മളെല്ലാം ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ഓൺലൈൻ സാധനങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ സാധനങ്ങൾ വിൽക്കുക, ഇതൊക്കെ ഒരു അവസരമാണ്. അപ്പോൾ ഈ കോവിഡ് വന്നതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ ഈ ഇൻ്റർനെറ്റ് വഴിയുള്ള ട്രാൻസാക്ഷനും അതുപോലെ തന്നെ കോഴ്സുകൾക്കും വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഡോണ്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റി, ക്രിയേറ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. അവസരങ്ങൾ നമുക്ക് വരുന്ന വെച്ചിട്ട് കാര്യം കാത്തിട്ട് എന്താ പറയുക, നമ്മൾ ഈ തിരമാല അടങ്ങിയിട്ട് കപ്പലോടിക്കുക എന്നുള്ളൊരു സിദ്ധാന്തം ഉണ്ടോ ചില ആളുകൾ. എല്ലാം കഴിച്ചിട്ട് നമുക്ക് മേലെ തുടങ്ങാമെന്ന്. അപ്പോഴേക്ക് തുടങ്ങുന്നുണ്ടാവില്ല, അവർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഡോണ്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റി, ക്രിയേറ്റ് ഇറ്റ് എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊമേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മുടെ കൊമേഴ്സ് പഠനത്തിൻ്റെ സാധ്യതകൾ, നമ്മൾ +2 കോഴ്സ് കഴിഞ്ഞാൽ കൊമേഴ്സ് പഠിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിനകത്തുള്ള റിസർച്ച് സാധ്യതകൾ, ഗവേഷണ സാധ്യതകൾ എന്തൊക്കെയാണ്, ഗവേഷണം ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഗവേഷകർക്കും പ്രയോജനമാകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരത്തെ നമുക്കറിയാം, നേരത്തെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പ് എന്ന് പറയാം. 4th ഗ്രൂപ്പ് ആയിരിക്കും വേണ്ടാതെ അവസാനത്തെ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് 4th ഗ്രൂപ്പ് ആയിരുന്നു. പക്ഷെ ഇന്ന് പല സ്കൂളുകളിലും, ഇപ്പം എൻ്റെ സ്കൂൾ ഉൾപ്പെടെ, ആദ്യം ഫില്ലാകുന്നത് കോമേഴ്സിനാണ്. കുറേ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കാരണം നമ്മളിപ്പം നമുക്കറിയാം, ഇന്നത്തെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട്, ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ, ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരുപാട് അവസരങ്ങളാണ് കൊമേഴ്സ് കുട്ടികളെ സംബന്ധിച്ച് ലഭിക്കുന്നത്. അത് നമുക്ക് ഈ കൊമേഴ്സുകാരനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് അവസരങ്ങൾ, അതായത് നമ്മളിപ്പം മറ്റുള്ളവരെ ജോലിക്ക് പോകുന്ന മാത്രമല്ല, നമുക്ക് സ്വയം ജോലി ചെയ്യാനുള്ള ഒരു ഇത് കൂടി ഇതിനകത്തുണ്ട്. സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് ബിസിനസ്സാണ്. ഇപ്പോൾ എങ്ങനെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എൻ്റർപ്രണർഷിപ്പ്, പുതിയ സംരംഭകത്വം, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്കിതിനകത്ത് ഞാൻ ഈ 2 സെഷനായിട്ടാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ കൊമേഴ്സ് ഇപ്പം +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ജോലി സാധ്യതകളാണ് ഉള്ളത്. രണ്ടാമത്തെ സെഷനിൽ വരുന്നതാണ് നമ്മുടെ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സെമിനാർ റിപ്പോർട്ട് നമ്മൾ എങ്ങനെ തയ്യാറാക്കണം, ഒരു സെമിനാർ പഠനം എങ്ങനെ നടത്തണം, അത്തരം രീതിയിലുള്ള 2 സെഷനായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സെഷനിലാണ് നമ്മൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ആഫ്റ്റർ +2 നമുക്കുണ്ടാകുന്ന ഡിഗ്രി കോഴ്സുകൾ നമുക്കറിയാം. ഒന്ന് BCom ആണ്, BBA, BBS. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ അറിയാം. BCom എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് കൊമേഴ്സ് ആണ്, BBA എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്, BBS എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ, BComൽ തന്നെ BCom ഫിനാൻസ്, BCom മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട്, BCom ടാക്സേഷൻ, BCom കോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ BBAയിലുണ്ട്, BBSലുണ്ട്. ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടൻറ്റുകളായിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി, ഇപ്പം PSC ഒക്കെയാണ് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡിഗ്രി കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് വരുന്ന PG കോഴ്സുകളാണ്. ഇപ്പോൾ PG കോഴ്സുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം, ഒന്ന് MCom ആണ്, MComഉം MBA ആണ് പ്രധാനമായിട്ട് വരുന്ന PG കോഴ്സുകൾ. MCom എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം എല്ലാ യൂണിവേഴ്സിറ്റികളിലും, കേരളത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട്, എല്ലാ യൂണിവേഴ്സിറ്റികളിലും MCom കോഴ്സ് ഉണ്ട്. MComനും നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻസ്, മാർക്കറ്റിംഗ്,
പേഴ്സണൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ്, ഓപ്പറേഷൻസ് റിസർച്ച്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് MCOM എന്നുള്ള ഇതിലുണ്ട്. MCOM കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ MCOM കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രധാനമായിട്ടും 2 ജോലി സാധ്യതകൾ എന്ന് പറയുന്നത്, ഒന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് പോകാം. MCOM നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു ജോലി സാധ്യത, ഒന്ന് MCOM കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് പോകാം. അപ്പോൾ അതിന് വരുന്ന ക്വാളിഫിക്കേഷനാണ് MCOM പ്ലസ് B.Ed പ്ലസ് സെറ്റാണ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഈ 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് PSC മുഖേന പരീക്ഷ എഴുതിയിട്ട് ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് പോകാം. പിന്നെ രണ്ടാമത് വരുന്നത് MCOM കഴിഞ്ഞവർക്ക് കോളേജ് ലെക്ചററായിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ കോളേജ് ലെക്ചറിനുള്ള ക്വാളിഫിക്കേഷനാണ് MCOM പ്ലസ് നെറ്റാണ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അത് UGC നടത്തുന്ന ഒരു എക്സാമാണ്. MCOM കഴിഞ്ഞവർക്ക് ആ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ PSC മുഖേന ഗവൺമെൻറ് കോളേജുകളിലേക്ക് ലെക്ചറായിട്ട് നിയമനം ലഭിക്കാം. മറ്റേതാകുമ്പോൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്നതാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകരാണെങ്കിൽ MCOM B.Ed സെറ്റാണ് വേണ്ടത്. കോളേജിലേക്ക് ലെക്ചറായിട്ട് നമ്മൾ പോകുന്നെങ്കിൽ MCOM പ്ലസ് നെറ്റ് ആണ് അവിടെ വരുന്നത്. പിന്നെ വരുന്നത് നമ്മൾ MBA ആണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ കമ്പനികളിലൊക്കെ മാനേജീരിയൽ പോസ്റ്റിൽ, മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജർ, അങ്ങനെയുള്ള പല പോസ്റ്റുകളിൽ, ഹയർ ലെവൽ പോസ്റ്റുകളിൽ നിയമനം ലഭിക്കാം. അതുപോലെ MBA കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ MBA കോളേജുകളുണ്ട്, അവിടെയൊക്കെ ലെക്ചറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് MBAക്ക് ഏകദേശം 35ഓളം ഓപ്ഷനുകൾ, ഏകദേശം 35ഓളം ഓപ്ഷനുകൾ നമുക്ക് MBA എന്നുള്ള ഈ പ്രോഗ്രാമിൽ ലഭിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. MBA ഓപ്പറേഷൻസ് റിസർച്ച് ഉണ്ട്, MBA ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് MBA എന്ന് പറയുന്ന ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഈ MBA കോഴ്സ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, IIM ആണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അവിടെ പ്ലേസ്മെൻ്റ് ഒക്കെ ഡയറക്റ്റായിട്ട് കിട്ടുന്നവർക്ക് ജോലി പെട്ടെന്നാമത്തെ ജോലി അവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു ഇതാണ് MBA, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അത് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലുള്ളത് കോഴിക്കോടാണ്, കുന്നമംഗലത്ത് IIM ഉള്ളത്. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ IIM ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടാണ്, അതുപോലെ തന്നെ എൻട്രൻസ് പരീക്ഷയും ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ, ഇതിലൂടെയൊക്കെയാണ് അവിടെ അഡ്മിഷൻ സെലക്ഷൻ നടക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും MBAക്ക് ചേരാം. പക്ഷേ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഇപ്പോൾ നമ്മൾ BTech കഴിഞ്ഞവരൊക്കെ MBA എടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ നമുക്ക് സംബന്ധിച്ച് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. BTech കഴിഞ്ഞവർ കൊമേഴ്സ് ആദ്യമായിട്ട് വരുമ്പോൾ പഠിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം, കൊമേഴ്സിനെ സംബന്ധിച്ചോളം MBA പഠിക്കാൻ തന്നെ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം നേരത്തെ നമ്മൾ പഠിച്ച വിഷയങ്ങളുടെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് MBA കോഴ്സ് വരുന്നത്. പിന്നെ വരുന്ന കോഴ്സുകൾ ഇപ്പോൾ CA എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതായത് നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളുടെ അക്കൗണ്ടുകൾ ഓരോ വർഷവും സർക്കാർ ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ ഇത്ര അതിൻ്റെ ഇത്ര മൂലധനമുള്ള കമ്പനികളുടെ അക്കൗണ്ടുകളൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകളാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രീ ഡിഗ്രി +2 കഴിഞ്ഞിട്ടും CAക്ക് പോകാം, ഡിഗ്രി കഴിഞ്ഞിട്ടും പോകാം. അപ്പോൾ നമ്മൾ CA കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഉണ്ടാവുക. മറ്റൊരു സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാം. അതുകൂടാതെ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാം, കമ്പനികളുടെ അതുപോലെ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അധികാരമുള്ള ആളുകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അത് നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ കോഴ്സ് നടത്തുന്നത്. അവരാണ് ഇതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പാസ്സാകുന്നത് കൂടി നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മെമ്പർഷിപ്പ്, അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മളെ എക്കണോമിക് ആക്ടിവിറ്റീസ് പറ്റി പഠിച്ചിട്ടുണ്ടാവും, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതിൽ പ്രൊഫഷനിൽ വരുന്ന ഒരു കോഴ്സാണ് CA, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ മെമ്പറായി മാറുകയാണ്. അപ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും, അതനുസരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കമ്പനികളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയും നമ്മൾ നിശ്ചയിക്കുന്ന എമൗണ്ടാണ് ഫീസ്.
നമ്മളോട് പറയും ഇത്ര നിങ്ങളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ നമുക്ക് തരണം, അല്ലെങ്കിൽ നമുക്ക് ഇത്ര പൈസ എമൗണ്ട് ഡിമാൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ വേതനം നമുക്ക് തന്നെ ഇവിടെ തീരുമാനിക്കാനുള്ള ഒരു അവകാശം കൂടി ലഭിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CA. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ഉണ്ടാവുക കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ 2 ലെവലിലായിട്ട് ഫൗണ്ടേഷനും ഫൈനൽ എക്സാം 2 സെഷനായിട്ടാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. ഫൗണ്ടേഷൻ കഴിഞ്ഞവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അത് പാസ്സാകുന്നതോടുകൂടി നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി മാറുകയാണ്. പിന്നെ വരുന്നത് CMA, നേരത്തെ പറഞ്ഞു, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ നേരത്തെ നമ്മളിത് ICWA എന്നുള്ളൊരു കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരുന്നത്. അതിൻ്റെ പേരുകൾ ഇപ്പം മാറ്റിയിട്ട് CMA എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ മാനേജീരിയൽ പോസ്റ്റിൽ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് പോസ്റ്റിൽ, ഉയർന്ന പോസ്റ്റുകളിൽ, അതുപോലെ കമ്പനിയുടെ പിന്നെ മാനേജിങ് ഡയറക്ടർ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജർ, അങ്ങനെയുള്ള ഉയർന്ന പോസ്റ്റുകളിലൊക്കെ പരിഗണിക്കുന്നതിനുള്ള ഒരു കോഴ്സാണ് CMA. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CMA. പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കോഴ്സാണ് CFA, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. നമ്മളിപ്പം പിന്നെ എക്കണോമിക് അനാലിസിസ്റ്റ്, കോസ്റ്റ് അനാലിസിസ്റ്റ്, അങ്ങനെയുള്ള പറഞ്ഞ് ബിസിനസ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മുടെ വലിയ വലിയ കമ്പനികളിലൊക്കെ അവിടെ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആളുകളെ പോസ്റ്റ് ചെയ്യും. അവരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പിന്നീട് ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത്, പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതും നടപ്പിലാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ആൻഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഓഫ് ഇന്ത്യ, ICFA എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ലെവൽ പൊസിഷൻസിൽ, അതായത് ചീഫ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ ചീഫ് പിന്നെ മാനേജർ, അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ, അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ പിന്നെ എന്ന് പറയുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെയുള്ള പോസ്റ്റുകളിലൊക്കെ നിയമനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. പിന്നെ ഏറ്റവും നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രോബ്ലംസ് പേപ്പർ പഠിക്കാൻ ഇല്ലാത്തവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CS, കമ്പനി സെക്രട്ടറീസ്. ഇന്ന് ഇന്ത്യയിലെ കണക്ക് പ്രകാരം കമ്പനി സെക്രട്ടറീസ് ആവശ്യത്തിന് ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ നമ്മൾ നേരിടുന്നൊരു, നമ്മളെ ബിസിനസ് മേഖല നേരിടുന്നൊരു പ്രശ്നം. കാരണം ഗവൺമെൻറ് പറയുന്നത് ഇത്ര മൂലധനമുള്ള കമ്പനികൾക്കൊക്കെ സെക്രട്ടറികൾ ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കോഴ്സുകളും നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ കോഴ്സ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കുറേ നിയമപരമായിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. കമ്പനി നിയമങ്ങളും അത് കമ്പനിയുമായി ബന്ധപ്പെടുന്ന മറ്റ് നിയമങ്ങൾ ഒക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാ കമ്പനികൾക്കും സെക്രട്ടറി നിർബന്ധമാണ്. അപ്പോൾ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള സെക്രട്ടറിമാരെ ഇവിടെ കിട്ടാനില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഈ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ ജോലി എന്തായാലും ഉറപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊഫഷണൽ കോഴ്സായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് PG ഡിപ്ലോമ കോഴ്സുകളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ IIM, അതുപോലെ നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതുപോലെ മറ്റ് പിന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇവരൊക്കെ പല ഡിപ്ലോമാസ് 1 വർഷത്തെ 1.5 വർഷം ഡിപ്ലോമ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ PG ഡിപ്ലോമ ഇൻ ടാക്സേഷൻ, PG ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ്, പിന്നെ PG ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അങ്ങനെ ഓരോ മേഖലകളിലും PG ഡിപ്ലോമകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ മാനേജർ പോസ്റ്റുകളിലൊക്കെ നിയമനം ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മളെ പിന്നെ നേരത്തെ പറഞ്ഞ IIM-ലൊക്കെ ഒരുപാട് PG കോഴ്സുകൾ, ഇതുപോലത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ PG ഡിപ്ലോമകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു മേഖല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം. ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോമ കോഴ്സുകളും അതുപോലെ PG ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ PG ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്, PG ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, പിന്നെ PG ഡിപ്ലോമ ഇൻ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറേ കോഴ്സുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസാണ്. അതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്താണ്. അതിൻ്റെ ഒരു ചെറിയൊരു ബ്രാഞ്ച് നമുക്ക് തലശ്ശേരിയിലുണ്ട്, കണ്ണൂർ. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സുകൾ MTA, മാസ്റ്റർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം അഡ്മിനിസ്ട്രേഷനാണ്.
MBA പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ് MTA. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 സ്റ്റാർ ഹോട്ടലുകൾ അതുപോലെ തന്നെ 4 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ മാനേജ്മെൻറ്റ് പോസ്റ്റുകളിൽ നിയമനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് MTA. കേരള യൂണിവേഴ്സിറ്റിയിൽ MTA കോഴ്സുണ്ട്, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കിഡ്സിലുണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡി. അത് കേരള ഗവൺമെൻറ് സ്ഥാപനമാണ്. ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി സർക്കാർ നടത്തുന്ന കോഴ്സുകളാണ് ഈ കിഡ്സിലുള്ളത്. കിഡ്സിൻ്റെ ചെറിയൊരു ഒരു ബ്രാഞ്ച് നമുക്ക് തലശ്ശേരിയിലുണ്ട്. പക്ഷേ അവിടെ MTA കോഴ്സുകളില്ല, മറ്റു ചില കോഴ്സുകളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ PG കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് MCJ. അത് നമ്മളിപ്പം പത്രപ്രവർത്തനം അതുപോലെ തന്നെ ഈ ടെലിവിഷനിലൊക്കെ നമുക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം, അങ്ങനെയുള്ള ഇത് സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ളൊരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, MCJ കോഴ്സാണ്. അത് പത്രപ്രവർത്തക യൂണിയൻ നടത്തുന്നുണ്ട്. അതുകൂടാതെ യൂണിവേഴ്സിറ്റികൾ നടത്തുന്നുണ്ട്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും MCJ കോഴ്സുകൾ നടത്തുന്നുണ്ട്, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. അപ്പോൾ നമുക്ക് പത്രപ്രവർത്തന മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ നല്ലൊരു കോഴ്സാണ്. ഇത് കഴിഞ്ഞാൽ നല്ല സാലറിയോട് കൂടിയുള്ള ജോലികൾ പത്രസ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ദൂരദർശൻ ടെലിവിഷൻ മേഖലകളിലും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് MCJ കോഴ്സുകൾ. പിന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും അവസരമുള്ളൊരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ കഴിയുന്ന E-commerce, നമ്മൾ നേരത്തെ പറഞ്ഞ ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ കാലമാണ്. നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇങ്ങനെയുള്ള ഒരുപാട് ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഈ കമ്പനികളൊന്നും പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കില്ല. അവർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളല്ല അവർ വിൽക്കുന്നത്. ആരോ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവരിലൂടെ അവർ വിൽക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങളുടേതായ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം സ്വന്തമായിട്ട്. അതിന് വലിയ ചിലവൊന്നുമില്ല. നമ്മളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് ആളുകളെ മാനുഫാക്ചേഴ്സിനെ സമീപിക്കുക, അവരുടെ പ്രൊഡക്ട്സ് നമ്മളെ പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ആമസോണിലെല്ലാം ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ രാത്രിയൊക്കെ ഓൺലൈനിലൂടെ ട്രാൻസാക്ഷൻ നടത്താറുണ്ട്. അതുപോലെ നമ്മളെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ട്വിറ്റർ ഇതുപോലെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പൈസ ഉണ്ടാക്കാനുള്ള വഴികളാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് വലിയ ഒരു സാധ്യതയാണ് നമുക്ക് കൊമേഴ്സുകാരെ സംബന്ധിച്ച്. സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു ജോലി സാധ്യത കണ്ടെത്താനുള്ള ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഗവേഷണം നമുക്ക് എങ്ങനെ നടത്താം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗവേഷണം നടത്തുന്നത്, എങ്ങനെയാണ് അത്തരം കാര്യങ്ങളാണ് നമ്മളടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാം, എന്താണ് അക്വയറിംഗ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് ഓൾ ദ ഏരിയാസ് ഇൻ എ പർട്ടിക്കുലർ ടോപ്പിക്. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഒരുപാട് മേഖലകളിൽ ജോലി നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ, ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴെന്താണ് കല്യാണവും മറ്റുള്ള പരിപാടികളൊക്കെ ആൾക്കാർ ചുരുങ്ങിയിട്ടാണ് അല്ലേ, കുറച്ച് ആളുകൾ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് അതുപോലെ വീഡിയോഗ്രാഫേഴ്സിനൊക്കെയുള്ള ജോലി സാധ്യതകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിനകത്തുള്ള ഇങ്ങനെയുള്ള ആളുകളുടെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ള ഒരു വിഷയമാണത്, അതൊരു ടോപ്പിക്കാണ് നമുക്ക്. അങ്ങനെ നമുക്ക് ഇതുമായി നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു റിസർച്ച് ചെയ്യാം. ഇറ്റ്സ് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അക്വയർ ചെയ്യുക, നേടിയെടുക്കുന്നതിനാണ് നമ്മൾ റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയും അതിനുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരു പഠനത്തെ നമ്മൾ എന്ത് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൊമേഴ്സിനെ സംബന്ധിച്ച് റിസർച്ച് ചെയ്യാൻ ഒരുപാട് അവസരം, ഞാൻ പറഞ്ഞ വൈഡ് വെറൈറ്റിയാണ്. നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് കൊമേഴ്സിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ. ഇപ്പം അക്കൗണ്ടിങ് എടുക്കാം, അക്കൗണ്ടിങ്ങിൽ തന്നെ നമുക്ക് പല ടൈപ്പുള്ള അക്കൗണ്ടുകളുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ട്, കോസ്റ്റ് അക്കൗണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ട്, അങ്ങനെ പല അക്കൗണ്ടുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് തന്നെ ഒരുപാട് മേഖലകൾ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, പർച്ചേസ് മാനേജ്മെൻറ്റ്, സെയിൽസ് മാനേജ്മെൻറ്റ്,
എല്ലാത്തിനും മാനേജ്മെൻറ്റ് വേണം. കാരണം നമ്മളെന്താണ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും ദർ വിൽ ബി മാനേജർ. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റ് ഇല്ലാതെ ഒരു സംഭവം നടക്കില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലെടുത്തു കഴിഞ്ഞാലും വീട്ടിലും എന്തുണ്ടാവും ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവും അല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ചിലപ്പോൾ അച്ഛനായിരിക്കും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക അല്ല നമ്മളതിന് മാനേജ് ചെയ്യാന്ന് പറയും. ഈസ് എ മാനേജ്മെൻറ്റ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഹൗസ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ എല്ലാ സ്ഥലത്തും മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും അധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മളെ സംബന്ധിച്ച് റിസർച്ച്. അപ്പോൾ നോക്കാം ബിസിനസ് റിസർച്ച്. നമുക്ക് ബിസിനസ്സിൽ റിസർച്ച് ചെയ്യാൻ ഏതൊക്കെ മേഖലകളാണ്? ഒന്ന് മാർക്കറ്റ് അനാലിസിസ്. നമുക്ക് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. ഇപ്പം ഒരുപാട് ഈ സമയത്ത് നമ്മുടെ മാർക്കറ്റിനകത്ത് ഒരുപാട് രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് അല്ല ഒരുപാട് രീതിയിലുള്ള ബിസിനസ്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വഴികളിലൊക്കെ ആളുകൾ സാധനം വെച്ച് വിൽക്കുകയാണ്. പുതിയൊരു ബിസിനസ് വന്നിരിക്കുകയാണ് അല്ലേ. അവിടെ ആളുകൾ ബിരിയാണി വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറി വിൽക്കുന്നുണ്ട്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വണ്ടികളിലൊക്കെ കൊണ്ടുവന്നിട്ട് വഴിയോരത്ത് വെച്ച് വിൽക്കുകയാണ്. കാരണം മറ്റ് സാധ്യതകൾ അവരുടെ ജോലി സാധ്യത നഷ്ടപ്പെട്ടുകൊണ്ട് അവർ പുതിയൊരു ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇത് മാറുകയാണ്. അപ്പോൾ അതൊരു മേഖലയാണ് നമുക്ക് പഠനത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് മാർക്കറ്റ് അനാലിസിസ്. അതുപോലെ റിസ്ക് അനാലിസിസ്. നമുക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റിസ്ക്കാണ്. ബിസിനസ് ഇപ്പോൾ നാളെ ഇത് സംഭവിക്കുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പം നമ്മൾ വന്നു കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം കുറച്ച് കാലത്തേക്ക് എന്താണ് എല്ലാ ബിസിനസ്സും കംപ്ലീറ്റ് ഷോപ്പുകൾ ലോക്ക്ഡൗൺ ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് വരുന്നുണ്ടാവും. അപ്പോൾ റിസ്ക് അനാലിസിസ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പിന്നെ ഫിനാൻഷ്യൽ അനാലിസിസ് സാമ്പത്തിക നില. അത് നമുക്കറിയാം ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡാണ് ഫിനാൻസ്. വിത്തൗട്ട് ഫിനാൻസ് വി കനോട്ട് സ്റ്റാർട്ട് എ ബിസിനസ്. ബിസിനസ് തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് എന്താണ് പണം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും പഠിക്കാം. പിന്നെ കോമ്പറ്റീറ്റീവ് അനാലിസിസ്. നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും അല്ലേ, എതിരാളികളുണ്ടാവും, മറ്റ് കമ്പനികളുണ്ടാവും. നമ്മൾ അതേ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അവരുടെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി, അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡ് അനാലിസിസ്. നമുക്കറിയാം ബ്രാൻഡിൻ്റെ കാലം അല്ലേ, എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സാണ്. ഒരുപാട് ബ്രാൻഡുകൾ പുതിയ ബ്രാൻഡുകൾ വരുന്നു. അപ്പോൾ പുതിയ ബ്രാൻഡ് നെയിം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഡിമാൻഡ് അനാലിസിസ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടോ, അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാം. നേരത്തെയുള്ള പ്രൊഡക്റ്റ് എന്താണ്, ഇനി പുതിയ പ്രൊഡക്റ്റ് വന്നാൽ അതിന് സാധ്യതകളുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. അതും ഒരു റിസർച്ചിനുള്ള സാധ്യതകളാണ്. പിന്നെ പ്രൊഡക്റ്റ് അനാലിസിസ്. നമ്മളിപ്പോൾ ഒരു പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആളുകൾക്ക് എന്ത് ചെയ്യാം, സാധ്യതകളുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ്. നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്കറിയാം സാധനങ്ങൾ പല തട്ടുകളായിട്ട് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അങ്ങനെ പല മേഖലകളായിട്ടാണ് ബിസിനസ് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ സാധ്യതകൾ അതിനെക്കുറിച്ച് നമുക്ക് പഠനം നടത്താം. ഇത് ചില മേഖലകൾ മാത്രമാണ്, ഇത് മാത്രമല്ല മറ്റു ചില മേഖലകളും നമുക്ക് സാധ്യതയാണ് ഉള്ളതാണ്. നമുക്കിത് നമ്മൾ നോക്കുന്നത് സെലക്ഷൻ ഓഫ് ടോപ്പിക്. നമ്മളൊരു പഠനം നടത്തുമ്പം എന്താണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, സെലക്ഷൻ ഓഫ് എ ടോപ്പിക്. നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്തായിരിക്കണം, ഫോക്കസ് ഓൺ എ സ്പെസിഫൈഡ് പ്രോബ്ലം. ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ വെച്ചാൽ വേഗമായിട്ടൊരു എടുത്തിട്ട് കാര്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പം വേണമെങ്കിൽ ഇപ്പം നമുക്ക് പറയാൻ തന്നെ ഇക്കണോമിക് പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ ഡ്യൂറിങ് ഈ COVID-19 പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പീപ്പിൾ ഉണ്ട്. ഈ എല്ലാ ആളുകളെയും നമ്മൾ വേഗമായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് അതിനൊരു ഫൈൻഡിങ്സ് കണ്ടെത്താൻ ബുദ്ധിമുട്ടും. നമ്മൾ ഈ എല്ലാ ആളുകളെയും ഇന്റർവ്യൂ ചെയ്യണം, എല്ലാ ആളുകൾക്കും ഡാറ്റ കളക്ട് ചെയ്യണം, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും, ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ മാത്രം എടുക്കാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫോട്ടോഗ്രാഫേഴ്സ് എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഡ്യൂറിങ് COVID-19 പീരിയഡ് ഇൻ എ പർട്ടിക്കുലർ പഞ്ചായത്ത് അല്ല ഇന്ന പർട്ടിക്കുലർ ഡിസ്ട്രിക്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മേഖലയിൽ മാത്രം എടുത്താൽ മതി. അതാണ് ഫോക്കസ് ഓൺ എ സ്പെസിഫൈഡ് പ്രോബ്ലം. നമ്മൾ എടുക്കുന്ന പ്രോബ്ലത്തിനകത്ത് എന്തായിരിക്കണം, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം അത് സ്പെസിഫൈഡ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അപ്പോൾ രണ്ടാമത് നമ്മൾ പറയുന്നത് ഫീസിബിൾ സ്റ്റഡി. അത് നമ്മൾ എടുക്കുന്ന പഠനം ഫീസിബിൾ ആയിരിക്കണം, നമുക്കത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു വിഷയം നമ്മളിപ്പം എന്താണ് നേരത്തെ പറഞ്ഞത്, ഇക്കണോമിക് പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ ഡ്യൂറിങ് കൊറോണ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയുള്ള പീപ്പിൾ,
നമ്മളത് ഫീസിബിൾ ആയിരിക്കും. നമ്മളത് പഠനം നടത്തി നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിരിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രം നമുക്ക് എന്താ പറ്റും, കൃത്യമായി പഠനം നടത്തി അതിന് കൃത്യമായൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഫീസിബിൾ ആണോ, അതായത് പഠന സാധ്യത ഉള്ളതാണോ, അല്ലെങ്കിൽ നമുക്കതിന് കൃത്യമായൊരു റിസൾട്ട് കിട്ടുമോ, അതാണ് ഫീസിബിലിറ്റി ഓഫ് സ്റ്റഡി. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് റിയലി ഇൻട്രസ്റ്റഡ് യു. നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് താല്പര്യമുണ്ടായിരിക്കും, പൂർണ്ണമായിട്ട് നമുക്കതിന് താല്പര്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ താല്പര്യമില്ലാതെ ഒരു കൊമേഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടാകും, നിങ്ങൾ എന്തായിരിക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല, നിങ്ങളത് ഇങ്ങനെ പഠിച്ചു പോകും, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, താല്പര്യമുള്ള വിഷയമായിരിക്കണം. താല്പര്യമുള്ള വിഷയമാണെങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമുക്കൊരു പാഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളത് എപ്പോഴും നമ്മൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പം നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിഷയമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് ഞാൻ നേരത്തെ ചോദിച്ചത്, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടാണോ കൊമേഴ്സ് എടുത്തത്. അതല്ലെങ്കിൽ നമുക്കെന്താണ് രണ്ട് മനസ്സുണ്ടാവുക, ഒന്ന് മറ്റേ വിഷയം കിട്ടാത്തതിൻ്റെ വിഷമം ഉണ്ടാവും, ഇതെനി കിട്ടിയതുകൊണ്ട് നമുക്കൊരു താല്പര്യം കുറവുള്ളതുകൊണ്ട് അത് പഠിക്കാനുള്ളൊരു മാനസികമായ എന്തില്ല താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഏതായാലും നമ്മളിപ്പോൾ കൊമേഴ്സ് ചേർന്ന സ്ഥിതിക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയാലും സെക്കൻഡ് ഓപ്ഷൻ ആയാലും തേർഡ് ഓപ്ഷൻ ആയാലും നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മളെ വിഷയം കൊമേഴ്സാണ്, അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളതിനെപ്പറ്റി കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇനി കിട്ടാത്തതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടിയ വിഷയം എന്ത് ചെയ്യുക, എന്നാലും നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിനൊരു പോംവഴി. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റുള്ള ടോപ്പിക്കായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. രണ്ട്, അവൈലബിലിറ്റി ഓഫ് സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ PhD ഒക്കെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പഠിച്ച ഒരു വിഷയം നേരത്തെ പഠനം നടത്തിയ വിഷയം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും പഠനം നടത്താൻ പറ്റില്ല. അതാണ് അവൈലബിലിറ്റി ഓഫ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോവിഡ് കാലത്ത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് നേരത്തെ ആരും പഠനം നടത്താത്തൊരു വിഷയമാണ്. അത് നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഫാമേഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ, അപ്പോൾ അത് നേരത്തെ ആരെങ്കിലും ആ വിഷയം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റില്ല, ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് നെറ്റിൽ കിട്ടും. ഈ വിഷയത്തിന് നേരത്തെ റിസർച്ച് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ PhD തീസിസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേക സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, ഇപ്പോൾ അതിനകത്ത് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുക്കുന്ന വിഷയം എന്തായിരിക്കണം, പുതുമയുള്ളതായിരിക്കണം, ഒരു പുതിയ സബ്ജക്റ്റ് ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ പുതിയ സബ്ജക്റ്റ് ആയിരിക്കുന്നത് നമുക്കത് ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ സബ്ജക്റ്റ് ആക്കാം. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളിപ്പം നമ്മളൊരു പഞ്ചായത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു പഞ്ചായത്ത് എടുത്ത് പഠിക്കാം. അപ്പോൾ അത് വിഷയം മാറി, ആ ഏരിയയിൽ ഉള്ള ആളുകളുടെ ജീവിത സാഹചര്യം ആയിരിക്കണമെന്നില്ല നേരത്തെ മറ്റേ ഏരിയയിലുള്ളത്, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന വിഷയത്തിൻ്റെ അവൈലബിലിറ്റി കൂടി പരിശോധിക്കുന്നുണ്ട്, സബ്ജക്റ്റിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ സാധ്യത കൂടി ലഭ്യത കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാം നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ റിസോഴ്സസ് അവൈലബിൾ ആണോ, നമുക്കിതിനാവശ്യമായ പഠിക്കാൻ ആവശ്യമായ പഠനം നടത്താൻ ആവശ്യമായ റിസോഴ്സസ്, അതിനാവശ്യമായ ഡാറ്റാസ് ലഭിക്കുമോ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡാറ്റയിൽ ലഭിക്കാതെ ഒരു സാധ്യതയില്ലാത്തൊരു വിഷയമാണെങ്കിൽ എന്താണ്, നമ്മൾ പഠനം നടത്തി നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യില്ല, ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സൊക്കെ അവൈലബിൾ ആണോ, അതുപോലെ അതിനെക്കുറിച്ചുള്ള നേരത്തെ പഠനം നടത്തിയിട്ടുള്ള ജേർണൽസ് അല്ലെങ്കിൽ എന്താ റിസർച്ച് പേപ്പേഴ്സ് ലഭ്യമാണോ. ഇപ്പോൾ ലൈബ്രറികളിൽ അതൊക്കെ ബുക്കുകളൊക്കെ നമുക്ക് ലഭിക്കും, അപ്പോൾ അതൊക്കെ ലഭ്യമാണോ എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ നമുക്കതിന് നമ്മളൊരു പഠനം നടത്തുമ്പം ആ പഠനം നടത്താൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ റിസോഴ്സും നമുക്ക് ലഭ്യമാണോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ടോപ്പിക്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്ന് നോവൽറ്റി ആൻഡ് റിലവൻ്റ് ആണ്. നോവൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുമയുള്ള വിഷയമായിരിക്കണം. പിന്നെ റിലവൻ്റ് എന്താ പറയുക, ഇപ്പം പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ ഇപ്പം പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എന്താണ് അതിന് പ്രസക്തിയുള്ള ഒരു വിഷയമായിരിക്കണം റിലവൻ്റ് ആയിരിക്കണം. അപ്പോൾ ഒന്ന് പുതുമയുള്ളതായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വേറെ ആൾ പഠനം നടത്തിയ വിഷയം നമുക്കിപ്പം വീണ്ടും പഠനം നടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു വിഷയമായിരിക്കണം എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് റിലവൻ്റ് ആയിരിക്കും ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് എന്താണ് അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ളതായിരിക്കണം ടോപ്പിക്. അത് നോവൽറ്റി ആൻഡ് റിലവൻ്റ്. The second point to be considered is avoid controversial subjects. നമ്മളൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കോൺട്രാവേഴ്സ്യൽ ആയിട്ടുള്ള, അതായത് വൈരുദ്ധ്യമായിട്ടുള്ള വിഷയം അല്ലെങ്കിൽ
മറ്റു രീതിയിൽ ചർച്ചകൾക്ക് വിധേയമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വിവാദങ്ങൾ ഉണ്ടാക്കുന്നതുമായ വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. തേർഡ് വൺ ഈസ് നോട്ട് നാരോ ആൻഡ് വേഗ്. അതായത് തീരെ സങ്കുചിതമായ വിഷയമാകാൻ പാടില്ല. ഇത് വളരെ ഷോർട്ടായിട്ട് ഇപ്പോൾ നമ്മളൊരു വാർഡൊക്കെ എടുക്കാൻ നമ്മളൊരു വിഷയം എടുക്കുമ്പോൾ അതിന് നമ്മുടെ ഒരു ചെറിയൊരു ഏരിയ എടുക്കുമ്പോൾ അതിന് അത്ര പ്രസക്തി ഉണ്ടാവും. അത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വിഷയം വേഗാകാൻ പാടില്ല. കൃത്യമായ സ്പെസിഫിക് ആയിരിക്കണം. കൃത്യമായ ഒരു എന്താ പറയണ്ടേ, ഒരു പോയിന്റിൽ, ഒരു സ്പെസിഫിക് പോയിന്റിൽ സ്ട്രെസ് ചെയ്യുന്ന രീതിയിലുള്ള പോയിന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിരിക്കണം. വേഗമായിട്ടുള്ള ഒരു എന്താ പറയുക, യാതൊരു അർത്ഥവുമില്ലാതെ ഇതിനുള്ള വിഷയം ആകാൻ പാടില്ല. നെക്സ്റ്റ് വൺ ഈസ് ഫെമിലിയർ ആൻഡ് ഫ്ലെക്സിബിൾ. The subject selected will be familiar to the research scholar and the guide. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗൈഡിനും അതുപോലെ തന്നെ റിസർച്ച് സ്കോളർക്കും ഫെമിലിയർ ആയിരിക്കണം, പരിചിതമായ വിഷയമായിരിക്കണം. അതായത് നമ്മൾ പുതിയ പരിചയമില്ലാത്ത ഒരു വിഷയമാകുമ്പോൾ നമുക്കതിനകത്ത് ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ മറ്റ് അനാലിസിസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഇറ്റ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ഓർ ഫീസിബിൾ. ഫീസിബിൾ എന്ന് നമ്മളത് പഠനം നടത്താൻ പറ്റുന്ന വിധത്തിലുള്ള വിഷയമായിരിക്കണം, പഠനയോഗ്യമായ വിഷയമായിരിക്കണം എന്നർത്ഥം. നമുക്ക് അതിനാവശ്യമായ ഡാറ്റകൾ കിട്ടണം, അത് അനലൈസ് ചെയ്യാൻ പറ്റണം, നമുക്ക് അതിൻ്റെ ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി സാധിക്കുന്ന, അതായത് പഠന വിധേയമാക്കാൻ പറ്റുന്ന ഒരു വിഷയം ആയിരിക്കണം. അതുപോലെ തന്നെ വി ഹാവ് ടു കൺസിഡർ കോസ്റ്റ് ആൻഡ് ടൈം. നമുക്ക് അത്രമാത്രം ചിലവുണ്ടാകും. അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന നമുക്ക് ടൈം പീരീഡായിട്ട് അത് സമയപരിധിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയമായിരിക്കണം. അതുപോലെ അതുമായി ഉണ്ടാകുന്ന കോസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഡാറ്റ കളക്ഷൻ കോസ്റ്റ് ഉണ്ടാവും, ഡാറ്റ അനാലിസിസ് വരുമ്പോൾ കോസ്റ്റ് ഉണ്ടാവും. അതുപോലെ അതുമായി ബന്ധപ്പെട്ട പല ചിലവുകളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം കോസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ഒരു എസ്റ്റിമേഷൻ നമ്മൾ ഉണ്ടാകണം. നമ്മൾ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങുന്നതാണോ എന്നുകൂടി പരിഗണിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ഏരിയ നോട്ട് ടു ഗൈഡ് ആൻഡ് സ്കോളർ. ഞാൻ നേരത്തെ പറഞ്ഞ് ഫെമിലിയർ ആയിരിക്കണം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഏരിയ നോട്ട് ടു ഗൈഡ് ആൻഡ് സ്കോളർ. അതായത് നമ്മൾ പഠന വിഷയമാക്കുന്ന വിഷയം ഗൈഡിനും അതുപോലെ തന്നെ സ്കോളർക്കും, റിസർച്ച് ചെയ്യുന്ന ആൾക്കും അതുപോലെ തന്നെ അത് ഗൈഡ് ചെയ്യുന്ന ആൾക്കും തരണം അറിയുന്ന ഒരു മേഖല എടുക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് അബ്സ്ട്രാക്റ്റ്. അപ്പോൾ നമ്മളൊരു വിഷയം എടുത്ത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസർച്ച് ചെയ്ത വിഷയത്തിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ്, ഒരു സംക്ഷിപ്ത രൂപം നമ്മളൊരു സെമിനാർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രിപ്പയർ ആൻ അബ്സ്ട്രാക്റ്റ്. അബ്സ്ട്രാക്റ്റ് ഈസ് എ കൺസൈസ് ആൻഡ് കോംപ്രിഹെൻസീവ് സമ്മറി ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ പ്രിപ്പയർഡ് ഫോർ പ്രസൻറ്റേഷൻ അറ്റ് എ സയൻറ്റിഫിക് മീറ്റിംഗ്. ഇപ്പോൾ ഒരു പ്രത്യേക മീറ്റിംഗ്, ഒരു വിഭാഗം ആളുകളുടെ മീറ്റിങ്ങിൽ നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഒരു വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോൾ ഒരുപാട് പേജുകളുണ്ട്, 400-500 പേജുകളുണ്ടാവും. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മളൊരു സംക്ഷിപ്ത രൂപം ഉണ്ടാക്കണം. അപ്പോൾ അത് കൺസൈസ് ആയിരിക്കും, ചുരുങ്ങിയതായിരിക്കണം, അതുപോലെ തന്നെ സമഗ്രമായിരിക്കണം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിരിക്കണം എന്നർത്ഥം. അപ്പോൾ അത് പ്രധാനമായിട്ട് പറഞ്ഞത് അബ്സ്ട്രാക്റ്റിലൊന്ന് ഹൈലൈറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ദ റിസർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ബോഡി ഓഫ് റിസർച്ച്, കൺക്ലൂഷൻ, സജഷൻസ്, ഫൈൻഡിങ്സ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ അതിനകത്ത് അബ്സ്ട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അബ്സ്ട്രാക്റ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള നമ്മൾ പഠന വിധേയമാക്കിയ വിഷയത്തിൻ്റെ ഒരു ആമുഖം ഉണ്ടായിരിക്കണം. പിന്നെ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി, നമ്മൾ ഈ പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ടു ബി യൂസ്ഡ്, നമ്മൾ ഏതൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിച്ചത്. പിന്നെ ഡിസൈൻ, നമ്മുടെ പഠനത്തിൻ്റെ ബോഡി ഓഫ് ദ റിസർച്ച്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത കാര്യങ്ങൾ, അതിനൊരു ഡിസൈൻ ഉണ്ടായിരിക്കണം. ദെൻ റിസൾട്ട്, നമ്മുടെ പഠനത്തിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം, വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദ സ്റ്റഡി. ദെൻ കൺക്ലൂഷൻ, അതിൻ്റെ ഒരു ഉപസംഹാരം ഉണ്ടായിരിക്കണം. ദെൻ സജഷൻസ്. ഇത്രയും കാര്യങ്ങൾ അബ്സ്ട്രാക്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് പറയുന്നത്. ഈ അബ്സ്ട്രാക്റ്റിൽ എന്തൊക്കെയുണ്ട്? ഒന്ന് ടൈറ്റിൽ. അബ്സ്ട്രാക്റ്റ് മസ്റ്റ് ഹാവ് ടൈറ്റിൽ. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസൈസ് ആയിരിക്കണം, ചുരുങ്ങിയതായിരിക്കണം. അതായത് വലിയൊരു ടൈറ്റിലാകുമ്പോൾ ആളുകൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ടൈറ്റിൽ കൺസൈസ്, സംക്ഷിപ്ത രൂപത്തിലുള്ള ഒരു ടൈറ്റിലായിരിക്കണം. ഡിസ്ക്രിപ്റ്റീവ് ഓഫ് റിസർച്ച്, അത് വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി, റിസർച്ചിനെ പറ്റി ഒരു ഐഡിയ ലഭിക്കണം.
ഡിസ്ക്രിപ്റ്റീവ് ഓഫ് ഇറ്റ് വിൽ ഡിസ്ക്രൈബ് ദ റിസർച്ച്. വാട്ട് ഈസ് റിസർച്ച്, എന്താണ് റിസർച്ച് എന്നുള്ളത് ആ ടൈറ്റിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ടൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ലിമിറ്റ് യൂസ് ഓഫ് അബ്രിവേഷൻസ്. അപ്പോൾ നമുക്ക് അബ്രിവേഷൻസ് ഉപയോഗിക്കാം. അബ്സ്ട്രാക്റ്റിലാകുമ്പോൾ നമ്മളിപ്പം ചില വേർഡുകൾ അല്ലെങ്കിൽ ചില വാക്കുകൾ, വലിയ വാക്കുകളുണ്ട്, അപ്പോൾ അതിന് നമുക്ക് അബ്സ്ട്രാക്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റഡി ഓഫ് ഒരു മൈൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഈ മൈൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മൾ എല്ലാ സ്ഥലത്തും പറയുന്നതിന് പകരം നമുക്ക് അവിടെ അബ്സ്ട്രാക്റ്റ് ഉപയോഗിക്കാം. മൈൽ സർവീസ് കോപ്പറേറ്റീവ് MSCB ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അബ്സ്ട്രാക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡിഫൈൻ ദം ഓൺ ദെയർ ഫസ്റ്റ് യൂസ്. നമ്മൾ എവിടെയാണോ ഈ അബ്സ്ട്രാക്റ്റിനകത്ത് ആ വാക്കുകൾ നമ്മൾ എവിടെയാണോ ഫസ്റ്റ് ഉപയോഗിക്കുന്നത്, ആദ്യം ഉപയോഗിക്കുന്നത്, ആ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ അബ്സ്ട്രാക്റ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സമയങ്ങളൊക്കെ അബ്സ്ട്രാക്റ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ആ വർക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ആ അബ്സ്ട്രാക്റ്റ് ഡിഫൈൻ ചെയ്യുക, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വാക്കുകൾ എവിടെയൊക്കെ വരുന്നു ആ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഈ അബ്രിവേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. സ്റ്റേറ്റ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ് ക്ലിയർലി. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു സ്പെസിഫിക് ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മേക്ക് ഷുവർ എവരി റിസൾട്ട് റിലേറ്റ് ടു ദ സ്റ്റേറ്റഡ് മെത്തേഡ്. നമ്മൾ ഉപയോഗിച്ച മെത്തേഡിൽ പ്രകാരം തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാ റിസൾട്ടുകളും ഇതുമായി റിലേറ്റ് ചെയ്യണം. നമ്മൾ പഠന വിധേയമാക്കിയ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിൻ്റെ ലക്ഷ്യം എല്ലാം എന്താണ് നമ്മുടെ റിസൾട്ടിനകത്തും കാണണം. റിലേറ്റ് ദ കൺക്ലൂഷൻ ടു ദ സ്റ്റഡി ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്താണോ അതുമായി റിലേറ്റ് ചെയ്തായിരിക്കും നമ്മൾ കൺക്ലൂഷൻ വരുന്നത്. അല്ലാതെ നമ്മൾ കൺക്ലൂഷൻ ഒന്നും ഒബ്ജക്റ്റീവ്സ് വേറെ ഒന്നും ആയിക്കഴിഞ്ഞാൽ അതെന്താണ്, ആ സ്റ്റഡി വയബിൾ അല്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കൺക്ലൂഷനകത്ത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൺക്ലൂഷനകത്ത് എത്തിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പഠനം നടത്തി അവസാനം കൺക്ലൂഷൻ വരുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കണം വരേണ്ടത്. ഇൻക്ലൂഡ് സയൻറ്റിഫിക് യൂണിറ്റ്സ് വേർ അപ്രോപ്രിയേറ്റ്. നമുക്ക് ആവശ്യമായ സമയങ്ങളിൽ എന്താ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സയൻറ്റിഫിക് യൂണിറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ അതിനകത്ത് നമ്മുടെ അബ്സ്ട്രാക്റ്റിനകത്തും ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സയൻറ്റിഫിക് യൂണിറ്റുകളും എവിടെ ഉൾപ്പെടുത്തണം, അബ്സ്ട്രാക്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. യൂസ് ക്ലിയർ ആൻഡ് കൺസൈസ് റൈറ്റിംഗ്. നമ്മൾ അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ കൺസൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ചുരുക്കി എഴുതാൻ പറഞ്ഞു, കാരണം കൂടുതൽ പേജസ് എഴുതിക്കാൻ നമുക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസൈസ് ആയിരിക്കും, ചുരുക്കി ആയിരിക്കണം, പക്ഷേ അത് ക്ലിയർ ആയിരിക്കണം. വായിക്കുന്നവർക്കും അല്ലെങ്കിൽ കേൾക്കുന്നവർക്കും എന്തായാലും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ ക്ലിയർ ആയിട്ടും ചുരുക്കിയും വേണം അബ്സ്ട്രാക്റ്റ് എഴുതാൻ. ഈ അബ്സ്ട്രാക്ട് ഡെസിറ്റ് അല്ല, അബ്സ്ട്രാക്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ പാടില്ലാതെ. റിപ്പീറ്റിംഗ് ദ ടൈറ്റിൽ ഇൻ ദ അബ്സ്ട്രാക്ട് ഒബ്ജക്റ്റീവ്. നമ്മൾ ടൈറ്റിൽ പറഞ്ഞ കാര്യം ഇവിടെ ഒബ്ജക്റ്റീവ്സിൽ വീണ്ടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ടൈറ്റിലും ഒബ്ജക്റ്റീവ്സും തമ്മിൽ ബന്ധമുണ്ടാവും, പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടൈറ്റിൽ കൊടുത്ത കാര്യം അതേ പോയിന്റ്സ് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതേ വാക്കുകൾ തന്നെ ഒബ്ജക്റ്റീവ്സിനും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ട്, ഇൻക്ലൂഡ് അബ്രിവേഷൻസ് ഇൻ ദി അബ്സ്ട്രാക്ട് ടൈറ്റിൽ. അബ്സ്ട്രാക്ട് ടൈറ്റിലിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അബ്രിവേഷൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ അബ്രിവേഷൻസ് അബ്സ്ട്രാക്ട് ടൈറ്റിൽ പറയാൻ പാടില്ല. ടൈറ്റിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ ഉപയോഗിക്കുന്ന സമയത്താണ് അബ്സ്ട്രാക്ട് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നീട് വരുന്ന സമയങ്ങളിൽ മാത്രമേ അബ്സ്ട്രാക്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ടൈറ്റിലിനകത്ത് അബ്സ്ട്രാക്ട് ഉപയോഗിക്കാൻ പാടില്ല. യൂസ് പേഴ്സണൽ പ്രൊനൗൺസ്, അതായത് പേഴ്സണൽ പ്രൊനൗൺസ് ആയിട്ടുള്ള ഐ, വി, അവർ, ഹി, ഷീ അങ്ങനെയുള്ള പേഴ്സണൽ പ്രൊനൗൺസ് ഒന്നും അബ്സ്ട്രാക്റ്റിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓവർ റിപ്പോർട്ടോ അണ്ടർ റിപ്പോർട്ട് നെഗറ്റീവ് ഫൈൻഡിങ്സ്. അതായത് ഓവർ റിപ്പോർട്ട് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചിട്ട് അബ്സ്ട്രാക്റ്റിൽ കാണിക്കേണ്ട ആവശ്യം. നമ്മൾ സ്റ്റഡിയിൽ എന്താണോ കണ്ടെത്തിയത് ആ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റിൽ കാണിക്കാൻ പാടുള്ളൂ. അല്ലാതെ അത് കൂടുതൽ പെരുപ്പിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഉള്ള കാര്യം മുഴുവനായിട്ട് കാണിക്കാതിരിക്കുമോ അണ്ടർ റിപ്പോർട്ട്. നമ്മൾ പഠനത്തിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈൻഡിങ്സ് അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കാണിക്കേണ്ട കാര്യമില്ല. അതുപോലെ നെഗറ്റീവ് ഫൈൻഡിങ്സ് പരമാവധി ഒഴിവാക്കുന്നതാണ്. അത് നെഗറ്റീവ് ഫൈൻഡിങ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞെത്തിയത് ദോഷമായിട്ട് ബാധിക്കുന്നതുകൊണ്ട് അത്തരം റിപ്പോർട്ടുകൾ നെഗറ്റീവ് ഫൈൻഡിങ്സ് നമുക്ക് പരമാവധി അബ്സ്ട്രാക്റ്റിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് ഹാവ് എ കൺക്ലൂഷൻ ദാറ്റ് ഈസ് അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ബൈ ഡാറ്റ. നമ്മൾ നമ്മുടെ
പഠനവുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത ഡാറ്റ, ആ ഡാറ്റ അനലൈസ് ചെയ്ത് നമുക്ക് കിട്ടിയ എന്താണ് കൺക്ലൂഷൻസ് അൺസബ്സ്റ്റാൻഷിയേറ്റഡ്. നമ്മൾ കൺക്ലൂഷനും ഡാറ്റയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡാറ്റയുമായി ബന്ധമില്ലാത്ത കൺക്ലൂഷൻസ് നമ്മൾ അബ്സ്ട്രാക്റ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻസ് എപ്പോഴും എന്താണ്, നമ്മൾ ഡാറ്റയുമായി ബന്ധപ്പെട്ടിരിക്കണം, അൺസബ്സ്റ്റാൻഷിയേറ്റ് ഇല്ല, അവർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കണം. അപ്പോൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാതെ ഡാറ്റാസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് നമ്മൾ അബ്സ്ട്രാക്റ്റിനകത്ത് നിന്നും ഒഴിവാക്കേണ്ടതാണ്. ഇൻക്ലൂഡ്സ് റെഫറൻസ് സിറ്റുവേഷൻസ്. നമ്മൾ റെഫറൻസിന് വേണ്ടി ചില ആളുകളുടെ കോട്ടുകൾ, അതുപോലെ ചില ആളുകളുടെ വേർഡ്സുകൾ, ചില ആളുകളുടെ റൈറ്റിങ്സ് ഒക്കെ നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിസർച്ച് പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനകത്ത് ഈ അബ്സ്ട്രാക്റ്റിൽ വരുമ്പോൾ അത്തരം റെഫറൻസുകളൊന്നും നമുക്ക് കാണിക്കേണ്ടതില്ല. അബ്സ്ട്രാക്റ്റിനെ നമ്മളൊന്ന് ഒരു രത്നച്ചുരുക്കമാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള റെഫറൻസ്, മറ്റുള്ള ആളുകളുടെ റെഫറൻസ്, മറ്റുള്ള ആളുകളുടെ വേർഡ്സോ അല്ലെങ്കിൽ കോട്ട്സോ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് അബ്സ്ട്രാക്റ്റിൽ കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ഇൻക്ലൂഡ്സ് ഓതേഴ്സ് ഹു ഹാവ് നോട്ട് കോൺട്രിബ്യൂട്ടഡ്. കാര്യമായിട്ടും നമ്മുടെ ഈ പഠനത്തിന് കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻസ് നടത്താതെയുള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ അബ്സ്ട്രാക്റ്റിനകത്ത് പറയേണ്ടതില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻക്ലൂഡ് ഫിഗേഴ്സ് ഓർ ടേബിൾസ്. നമ്മൾ അബ്സ്ട്രാക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പഠനത്തിനകത്ത് ചില ടേബിളുകളും അതുപോലെ ഫിഗേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അത്തരം ഫിഗേഴ്സുകളും ടേബിളുകളൊന്നും എന്തെങ്കിലും ആവശ്യമില്ല, അബ്സ്ട്രാക്റ്റിനകത്ത് കാണിക്കേണ്ടതില്ല. റൈറ്റിംഗ് സെമിനാർ പേപ്പർ. അപ്പോൾ സെമിനാർ പേപ്പർ നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ സെമിനാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഓർ ബോത്ത് ഓർ പിയർ ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു സാധാരണ നമ്മൾ ഈ ഒരു റിസർച്ച് നടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ചുരുക്കം നമ്മൾ ഒരു വിഭാഗം ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. അത്തരം ആളുകളെ നമ്മൾ ഒരു സെമിനാറിനുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ സെമിനാറിനകത്ത് പങ്കെടുക്കുന്നത് ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകളായിരിക്കും. ഇറ്റ് മേ ബി സംടൈംസ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഓർ ബോത്ത്. ചിലപ്പോൾ ടീച്ചേഴ്സ് മാത്രമായിരിക്കാം, ചിലപ്പോൾ സ്റ്റുഡൻസ് മാത്രമായിരിക്കാം. സാധാരണയായിട്ട് എന്താണ് ഒരു പിയർ ഗ്രൂപ്പ് ആളുകളാണ്, ഒരേ വിഭാഗത്തിലുള്ള ആളുകളാണ് സാധാരണ ഇത്തരം സെമിനാറുകളിൽ പങ്കെടുക്കുന്നത്. ഇത് സെമിനാർ പേപ്പർ. വാട്ട് യു സേ അബൌട്ട് ദ ടോപ്പിക് യു ഹാവ് സ്റ്റഡി. നമ്മൾ പഠന വിധേയമാക്കിയ വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സെമിനാർ പേപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടൺ അനാലിസിസ് ഓഫ് എ പർട്ടിക്കുലർ ടോപ്പിക് സ്പെസിഫൈഡ് ഇൻ ദി സെമിനാർ. അപ്പോൾ നമ്മൾ സെമിനാറിന് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ സെമിനാർ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ അനാലിസിസ് ആണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ നടത്തിയ പഠനത്തിൻ്റെ ഒരു എഴുതി തയ്യാറാക്കിയ വിശകലനമാണ് എന്ത് ചെയ്യുന്നത്, സെമിനാറിനകത്ത് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ഫുൾഫിൽ ഓൾ റിക്വയർമെൻറ്റ്സ് ഓഫ് എ സയൻറ്റിഫിക് ആർട്ടിക്കിൾ. ദ ഐഡിയൽ സെമിനാർ പേപ്പർ ലൈക്ക് എ ജേണൽ പേപ്പർ, ജേണൽ ആർട്ടിക്കിൾസ്. അതായത് നമ്മൾ ഒരു സെമിനാർ പേപ്പറിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ സെമിനാറിൽ അവതരിപ്പിക്കുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത്, സെമിനാർ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിൾസ്, മറ്റ് സയൻറ്റിഫിക് ജേണലിൽ ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾസിന് തുല്യമായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും അതിനകത്ത് ഫുൾഫിൽ ചെയ്യും. അത് ഈ സെമിനാർ നമ്മളിപ്പോൾ ഒരു ജേണലിനകത്ത് ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ ആ എല്ലാ റിക്വയർമെൻറ്റ്സും ഒരു സെമിനാർ പേപ്പറിനും ഉണ്ടായിരിക്കണം. എന്നിപ്പോൾ എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് ദി അക്കാഡമിക് കമ്മ്യൂണിറ്റി. നമ്മളൊരു സെമിനാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സെമിനാർ പേപ്പറിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് അക്കാഡമിക് കമ്മ്യൂണിറ്റി. അതൊരു അക്കാഡമിക് കമ്മ്യൂണിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്മോൾ ഗ്രൂപ്പാണ്. അപ്പോൾ അത്തരം ഒരു സ്മോൾ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് സെമിനാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിറ്റ്വീൻ റിസർച്ചർ ആൻഡ് അക്കാഡമിക് കമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മൾ റിസർച്ചറും റിസർച്ച് ചെയ്യുന്ന ആളും ഒരു അക്കാഡമിക് ഗ്രൂപ്പും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് ഇറ്റ് മേ ബി ഐദർ ഗ്രൂപ്പ്സ് ലൈക്ക് പോളിസി മേക്കേഴ്സ് ഓർ NGOs. ചിലപ്പോൾ എന്ത് ചെയ്യാം, മറ്റു ഗ്രൂപ്പുകളും വരാം. നേരത്തെ നമ്മൾ പറഞ്ഞത് പിയർ ഗ്രൂപ്പ് അല്ലാതെ ചിലപ്പോൾ പോളിസി മേക്കേഴ്സ്, ഇപ്പോൾ ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കാൻ അല്ലെങ്കിൽ സെമിനാർ തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് പ്രതിനിധികളായിരിക്കും അവരുടെ മുമ്പിലായിരിക്കും നമ്മൾ ഈ സെമിനാർ റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ നോൺ ഗവൺമെൻറ് ഏജൻസീസ് അവർക്ക് താല്പര്യമുള്ള ആളുകളാണ്, അവരും അതിനകത്ത് പങ്കെടുക്കാം. അതുപോലെ തന്നെ ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പ് ആളുകളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് സെമിനാർ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The fundamental goal of all research paper is to contribute to the existing body of literature in their
ഫീൽഡ്. അതായത് നമ്മൾ ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എന്താണ് ഫീൽഡ് ഓഫ് സ്റ്റഡി, നമ്മൾ ഏത് മേഖലയാണോ പഠന വിധേയമാക്കിയത് ആ പഠന വിധേയമാക്കിയ മേഖലയിലെ ലിറ്ററേച്ചർ സാഹിത്യത്തിന് നമ്മുടെ ഒരു സംഭാവന നൽകാൻ വേണ്ടി സാധിക്കണം. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പോൾ റിസർച്ച് പേപ്പറിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ പഠനം നടത്തിയിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യമായ ഒരു കോൺട്രിബ്യൂഷൻസ് അല്ലെ കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻസ് നൽകാൻ വേണ്ടി സാധിക്കണം. A seminar paper is also an excellent opportunity to exercise scientific writing before writing a project. നമ്മളൊരു കംപ്ലീറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഒരു അവസരമാണ് സെമിനാർ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ്, നമ്മൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്, ഒരു സുവർണമായ ഒരു അവസരമാണ് ലഭിക്കുന്നത്. ഇനി ഫോർമാറ്റ് ഓഫ് സെമിനാർ പേപ്പർ. ഒന്ന് ടൈറ്റിൽ. സെമിനാർ പേപ്പറിന് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ പ്രധാനമായിട്ടും ടൈറ്റിലാണ്. ടൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ നമ്മൾ പറഞ്ഞത് കിസ്നാണ്, കീപ് ഇറ്റ് ഷോർട്ട്, സിമ്പിൾ ആൻഡ് സ്പെസിഫിക്. അപ്പോൾ ടൈറ്റിൽ എപ്പോഴും ഷോർട്ടായിരിക്കണം, സിമ്പിൾ വേർഡ്സ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ടൈറ്റിൽ വായിച്ചു കഴിഞ്ഞാൽ, ഒരു സെമിനാർ പേപ്പറിൽ ടൈറ്റിൽ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ടൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈറ്റിൽ ഷുഡ് ബി ഷോർട്ട്, സിമ്പിൾ ആൻഡ് സ്പെസിഫിക്. എൻ്റെ അബ്സ്ട്രാക്ട് നമ്മൾ പറഞ്ഞു, അബ്സ്ട്രാക്ട് കൺസൈസ് ആയിരിക്കണം, കോംപ്രിഹെൻസീവ് ആയിരിക്കണം, ചുരുങ്ങിയതായിരിക്കണം, പക്ഷേ അതെന്താണ്, സമഗ്രമായിരിക്കണം. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കണം. പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ചുരുക്കിയിട്ട് വേണം അബ്സ്ട്രാക്ട് തയ്യാറാക്കേണ്ടത്. കീവേഡ്സ്, ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ ദിസ് സെമിനാർ. അപ്പോൾ നമ്മൾ ഈ സെമിനാറിലെ റിസർച്ചിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടേമുകൾ എന്തൊക്കെയാണെന്നുള്ളത് കീവേഡ്സ് എന്നുള്ള രീതിയിൽ പ്രത്യേകം കൊടുക്കേണ്ടതാണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റഡിയാണ് പഠനത്തിൻ്റെ ഒരു ആമുഖം. നമ്മൾ ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പഠനം നടത്താൻ പോകുന്ന വിഷയം എന്താണ്, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ആമുഖം നൽകിയിരിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി, ഈ പഠനം നടത്താനുള്ള സാഹചര്യം എന്താണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സ്റ്റഡി. അപ്പം ഇങ്ങനെ ഒരു പഠനം നടത്താനുള്ള സാഹചര്യം എന്താണ്, അതാണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി. അതുകൂടി ആ കാര്യം കൂടി നമ്മൾ സെമിനാർ പേപ്പറിനകത്ത് പറഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, നമ്മൾ പഠന വിധേയമാക്കുന്ന അല്ലെ പഠന വിഷയം എന്താണ്, നമ്മൾ പഠന വിധേയമാക്കുന്ന പ്രോബ്ലം എന്താണ്, പ്രശ്നം എന്താണ്. അപ്പോൾ ഈ സെമിനാറിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഈ റിസർച്ചിലൂടെ നമ്മൾ പഠിക്കുന്ന വിഷയം എന്താണ്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ എന്ത് പ്രോബ്ലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അത് സ്പെസിഫിക് ആയിരിക്കണം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി, പഠനത്തിൻ്റെ ലക്ഷ്യം. ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് വിധത്തിലാണ് പഠിക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓർ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം, അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് റിസർച്ച് മെത്തഡോളജിയാണ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു ബി യൂസ്ഡ്. നമ്മൾ ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരം മെത്തേഡുകൾ ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഡിസൈൻസ് ഓഫ് ദ സ്റ്റഡി, നമ്മളെ ഡിസൈൻ ചെയ്യാം, അതായത് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് നമ്മൾ ഏത് സാമ്പിളാണ്, എങ്ങനെയാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്, എത്രമാത്രം പ്രയോറിറ്റി കൊടുക്കണം ഓരോ മേഖലക്കും. അപ്പോൾ നമുക്ക് പല രീതിയിൽ റിസർച്ച് നടത്താം. സാമ്പിളിംഗ് സർവേ ഉണ്ട്, അതുപോലെ തന്നെ സെൻസസ് സർവേ ഉണ്ട്. സെൻസസ് ആകുമ്പോൾ നമ്മൾ എല്ലാ ആളുകളെയും, ഇതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും, അവരുടെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. സാമ്പിളിംഗ് ആകുമ്പോൾ നമ്മൾ ചില സെലക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സെലക്റ്റീവായ ഇതിൽ നിന്ന് മാത്രം ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഏരിയ ഓഫ് ദ സ്റ്റഡി, നമ്മുടെ പഠന വിധേയമാക്കുന്ന ഏരിയ, ചിലപ്പോൾ അത് ഒരു പഞ്ചായത്താകാം, ഒരു ജില്ലയാകാം, സ്റ്റേറ്റ് ആകാം, നാഷണൽ ആകാം, വേൾഡ് ആകാം. അത് നമ്മൾ പഠനം നടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വേണം ഏരിയ ഓഫ് ദ സ്റ്റഡി നമ്മൾ പഠനം സെലക്ട് ചെയ്യാൻ. ടൂൾസ് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ, നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് പല രീതിയിലുള്ള ടൂൾസിന് ക്വസ്റ്റ്യനേഴ്സ് ആകാം, ഇൻ്റർവ്യൂ ആകാം, ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്യാം, അങ്ങനെ പല രീതികളുണ്ട്. ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്താം. അങ്ങനെ ഏത് ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാര്യം പറഞ്ഞിരിക്കണം. സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ആരെയൊക്കെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, എവിടെ നിന്നൊക്കെ എങ്ങനെയുള്ള ഡാറ്റാസൊക്കെ കിട്ടുക, അതൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കണം. ടൂൾസ് ഓഫ് അനാലിസിസ്, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ്. ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഇപ്പം റിഗ്രഷൻ, കോറിലേഷൻ, അങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ,
ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. അതിൽ ഏത് ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളും പറഞ്ഞിരിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി, അത് ഈ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ സ്കോപ്പ്, അതിന് എത്രമാത്രം പ്രായോഗികതയുണ്ട്, അല്ല അതിന് എത്രമാത്രം സാധ്യതകളുണ്ട്, ഈ പഠനം കൊണ്ട് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ പ്രായോഗികത എന്താണ്, അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം സെമിനാർ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ അനാലിസിസ് ആൻഡ് ഡിസ്കഷൻ, അപ്പോൾ നമ്മൾ സെമിനാർ പേപ്പറിനകത്ത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസിൻ്റെ ഒരു അനാലിസിസിൻ്റെ ഒരു ചുരുക്കം അതിനകത്ത് പറഞ്ഞിരിക്കണം. അല്ല അതിൻ്റെ ഡിസ്കഷൻസ്, നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡാറ്റാസാണ് അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയൊരു ചുരുക്കം അതിനകത്ത് സെമിനാർ പേപ്പറിനകത്ത് കാണിച്ചിരിക്കണം. പിന്നെ ഫൈൻഡിങ്സ് ആൻഡ് സജഷൻസ്, ഈ പഠനത്തിലൂടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഡാറ്റ അനലൈസ് ചെയ്യുന്നു. ആ അനലൈസിലൂടെ നമ്മൾ എന്താണ് കണ്ടെത്തിയതാണ് ഫൈൻഡിങ്സ് എന്നത്. ഈ ഫൈൻഡിങ്സിന് നമുക്ക് കൊടുക്കാനുള്ള സൊല്യൂഷൻസ് ആണ് സജഷൻസിലൂടെ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പല പ്രോബ്ലംസും കണ്ടെത്തിയിട്ടുണ്ടാവും, ആ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് സജഷൻസിനകത്ത് വരേണ്ടത്. ദെൻ ലിമിറ്റേഷൻസ്, ഈ പഠനത്തിൽ ചില ലിമിറ്റേഷൻസ് ചില പരിമിതികളുണ്ടാവും, ചിലപ്പോൾ സമയപരിമിതി വരാം, അതുപോലെ കോസ്റ്റ് എക്സ്പെൻസീവ് ആയിരിക്കാം, അപ്പോൾ അതിൻ്റെ പരിമിതികളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഡാറ്റ കളക്ഷനിൽ വന്ന പരിമിതികളുണ്ടാവും, ഡാറ്റ അനാലിസിസ് പരിമിതികളുണ്ടാവും. അപ്പോൾ അത്തരം പരിമിതികൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അത് കാര്യം കൂടി സെമിനാർ റിപ്പോർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ റെഫറൻസസ്, നമ്മൾ എന്തൊക്കെയാണ് റെഫറൻസ് ഉപയോഗിച്ചത്, റെഫറൻസ് ബുക്കുകളുണ്ടാവും, മാഗസീൻസ് ഉണ്ടാവും, ജേർണൽസ് ഉണ്ടാവും. ഇത്തരം റെഫറൻസുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ഈ ഡിസിപ്ലിൻസ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ കോമേഴ്സ്, ഇപ്പോൾ കൊമേഴ്സിൽ നമുക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് പഠന വിധേയമാക്കാൻ പറ്റുന്ന ഡിസിപ്ലിൻസ് ഒക്കെ ഏതൊക്കെയാണ്. ഒന്ന് റീറ്റെയിൽ മാനേജ്മെൻറ്റ്, നമുക്ക് റീറ്റെയിൽ ട്രേഡ് നമുക്കറിയാം. റീറ്റെയിൽ ട്രേഡ് വളരെ പ്രധാനമാണ് ഇന്ത്യൻ എക്കണോമിയിൽ. റീറ്റെയിൽ ട്രേഡ് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠന വിധേയമാക്കാമെന്ന്. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, സാങ്കേതിക വിദ്യ നമ്മുടെ ബിസിനസ്സിലുണ്ടായ ഇമ്പാക്റ്റ്, അത് നമുക്കൊരു പഠന വിഷയമാക്കാവുന്നതാണ്. അത് ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പിന്നെ ബിസിനസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് കൊടുക്കാം. അതുപോലെ ഓപ്പറേഷൻസ്, വിവിധ ബിസിനസ് ഇൻഡസ്ട്രീസിൻ്റെ അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ ഓപ്പറേഷൻസിനെ കുറിച്ച് പഠനം നടത്താവുന്നത്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ്, ഏറ്റവും നല്ല രീതിയിൽ പഠനം നടത്താൻ ഒരു വിഷയമാണ് ഹ്യൂമൻ റിസോഴ്സസ്. നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ്, പ്രധാനമായിട്ടും 3 റിസോഴ്സാണ്: ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ അത് നമുക്ക് ഓരോ ഇൻഡസ്ട്രീസിനെയും സ്പെസിഫൈ ചെയ്ത് ഹ്യൂമൻ റിസോഴ്സിൽ പഠനം നടത്താവുന്നു. പിന്നെ മാർക്കറ്റിംഗ് ഇല്ലാതെ നമുക്ക് ഇതേപോലെ ഒരു പ്രോഡക്ട്സും വിൽക്കാൻ പറ്റില്ല. അപ്പോൾ മാർക്കറ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അത് ഓരോ ഇൻഡസ്ട്രീസിനും ഡിഫറെൻ്റ് ആയിരിക്കും, അതിനനുസരിച്ച് നമുക്ക് വിഷയം പഠിക്കാവുന്നതാണ്. ഫിനാൻസ്, സാമ്പത്തികം, നമുക്ക് ഫൈനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ്, ജീവരക്തമാണ് ഫിനാൻസ്. ഫിനാൻസ് ഇല്ലാതെ ഒരു ബിസിനസ് നടക്കില്ല. അപ്പോൾ അത് നമുക്കത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠന വിധേയം ആക്കാവുന്നതാണ്. പിന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്, നമുക്ക് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ്, അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് പഠനം നടത്താവുന്നതാണ്. സിസ്റ്റം മാനേജ്മെൻറ്റ്, നമ്മുടെ ഓരോ ബിസിനസ്സിനും ഓരോ സിസ്റ്റം ഉണ്ടാവും, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് പ്രോബ്ലംസ്, അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് പഠന വിധേയം ആക്കാവുന്നതാണ്. പിന്നെ എൻ്റർപ്രണർഷിപ്പ്, സംരംഭകത്വം, നമുക്ക് വുമൺ എൻ്റർപ്രണേഴ്സ് ഉണ്ട്, അതുപോലെ ന്യൂ എൻ്റർപ്രണേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ആളുകളുടെ വിവിധതരം പ്രശ്നങ്ങൾ നമുക്ക് പഠിക്കാം. ലോക്കലായിട്ടുള്ള എൻ്റർപ്രണേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, പുതിയ എൻ്റർപ്രണേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാം, വുമൺ എൻ്റർപ്രണേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാം. അത്തരം എൻ്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടും ഒരു പഠന വിഷയം, ഒരു ഡിസിപ്ലിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, നമ്മളെല്ലാവരും സൗന്ദര്യ ബോധവാന്മാരാണ്. അപ്പോൾ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സ്, ഒരുപാട് ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്തരം പ്രോഡക്ട്സുകളുടെ വിപണനവും പ്രൊഡക്ഷനും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠന വിഷയം സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എൻ്റർപ്രണർഷിപ്പ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ്. ഇപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനകത്ത് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ്, നമ്മൾ ഓരോ പ്രശ്നങ്ങൾക്കും നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്, അപ്പോൾ ആ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജീസുമായി ബന്ധപ്പെട്ട പഠനം നടത്താവുന്നതാണ്. മാർക്കറ്റിംഗ് പറഞ്ഞു, ഓപ്പറേഷൻസ് പറഞ്ഞു,
ന്യൂ മീഡിയ, പുതിയ മീഡിയാസ്. അത് പുതിയ മീഡിയ എന്ന് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയാസിൻ്റെ ഇമ്പാക്റ്റ്. സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ലിങ്ക്ഡ്ഇൻ, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള പുതിയ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയകളുടെ ഇമ്പാക്റ്റ് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുത്താൽ മതി. ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീസിൽ ഇത്തരം ഏതെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ്. ടെക്നോളജി മാറുമ്പോൾ നമുക്കറിയാം ബിസിനസ്സിനെ വളരെയധികം ബാധിക്കുന്ന ഒരു മേഖലയാണ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ബിസിനസ്സിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു പഠന വിഷയമാക്കാവുന്നതാണ്. അക്കൗണ്ടിങ് നമ്മുടെ ബിസിനസ്സിൻ്റെ കണക്ക് സൂക്ഷിക്കുന്നതാണ്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. അപ്പോൾ അത് നമുക്ക് പഠന വിഷയമാക്കാം. വിവിധ തരം അക്കൗണ്ടിങ് ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠന വിഷയമാക്കാവുന്നതാണ്. ഫിനാൻസ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി ചില ടോപ്പിക്കുകൾ നമുക്കിവിടെ പറയാം. മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ് ഡ്യൂറിങ് COVID-19 സിറ്റുവേഷൻ. ഏറ്റവും കോവിഡ് കാലത്ത് പഠന വിഷയമാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എഫക്റ്റീവ്നെസ് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ്. ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രമാത്രം ഇഫക്റ്റീവായിരുന്നു. ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ നമുക്കിപ്പം എല്ലാ ഓൺലൈൻ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുത്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അതായത് റോൾ ഓഫ് അഡ്വർടൈസിങ് ആസ് എ പ്രൊമോഷണൽ ടൂൾ ഫോർ മാർക്കറ്റിംഗ് എ ന്യൂ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് അഡ്വർടൈസിങ്ങിൻ്റെ പ്രാധാന്യം, അല്ല അഡ്വർടൈസിങ്ങിൻ്റെ റോൾ എന്താണ്, അത് നമുക്ക് പറഞ്ഞ വിഷയം ആക്കാവുന്ന ഒരു വിഷയമാണ്, ഒരു ടോപ്പിക്കാണ്. അതുപോലെ ഇമ്പാക്റ്റ് ഓഫ് ഡിജിറ്റലൈസേഷൻ ഓൺ ദ ലൈഫ് ഓഫ് റൂറൽ പീപ്പിൾ. നമുക്ക് ഡിജിറ്റലൈസേഷൻ്റെ കാര്യം വരുന്നില്ല. ഇപ്പം എല്ലാം ഓൺലൈൻ പേയ്മെൻറ്റ്സ്, ഓൺലൈൻ പർച്ചേസ് എല്ലാം ഓൺലൈൻ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റുകളൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഗ്രാമീണ ജനങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, റൂറൽ പീപ്പിളിനകത്തുണ്ടായ ഇമ്പാക്റ്റ്, ചില ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തിട്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ ഇമ്പാക്റ്റ് ഓഫ് ഡിമോണിറ്റൈസേഷൻ ഓൺ ദ ലൈഫ് ഓഫ് ദ റൂറൽ പീപ്പിൾ. ഇപ്പോൾ നമുക്കറിയാം സർക്കാർ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നപ്പോൾ നോട്ട് നിരോധനം കൊണ്ടുവന്നു, അല്ലേ? അപ്പോൾ നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അപ്പോൾ നമുക്കതൊരു പർട്ടിക്കുലർ പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ എടുത്തിട്ട് പഠിക്കാവുന്നതാണ്. ആ ഒരു ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പഠനം നടത്താവുന്നതാണ്. ടോപ്പിക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ടുവേർഡ്സ് ഓർഗാനിക് ഫുഡ് പ്രോഡക്ട്സ്, അല്ലെ? നമ്മളിപ്പം അറിയാമെല്ലാം നാടൻ പ്രൊഡക്ട്സ്, നാടൻ ഫുഡുകൾ, നാടൻ പച്ചക്കറികൾ, ഇപ്പം നാടൻ എന്നുള്ള ഒരു ബ്രാൻഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അത്തരം പ്രൊഡക്ട്സ് വാങ്ങുന്നതിൽ കൺസ്യൂമേഴ്സ് ഉണ്ടാകുന്ന ബൈയിങ് ബിഹേവിയർ, അവരുടെ വാങ്ങൽ സ്വഭാവം, അതിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ച് നമുക്കൊരു പഠന വിഷയമാക്കാം. ഒരു പർട്ടിക്കുലർ പ്രൊഡക്ട്സ് എടുക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കാം. ആ ഏരിയയിൽ ആളുകൾക്കുണ്ടായ ബൈയിങ് ബിഹേവിയർ നമുക്ക് പഠിക്കാവുന്നു. ഇമ്പാക്റ്റ് ഓഫ് ഇ കൊമേഴ്സ് ഓൺ എമേർജിംഗ് മാർക്കറ്റ്സ്. പുതിയ മാർക്കറ്റുകൾ, പുതിയ മാർക്കറ്റിലുണ്ടായ വ്യതിയാനം. ഇ കൊമേഴ്സ്, നമുക്കറിയാം ഇ കൊമേഴ്സ് ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്, നമുക്കറിയാം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ്, ഓൺലൈൻ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ പുതിയ മാർക്കറ്റിലുണ്ടായ അതുകൊണ്ട് പുതിയ മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റിലുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് ഒരു പഠനം നടത്താവുന്നതാണ്. അടുത്ത റോൾ ഓഫ് സോഷ്യൽ മീഡിയ ഇൻ മാർക്കറ്റിംഗ് ന്യൂ പ്രൊഡക്ട്സ്. പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിങ്ങിൽ സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളുടെ പങ്ക്. അത് നമുക്ക് നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡ്ഇൻ, ഇങ്ങനെയുള്ള നവമാധ്യമങ്ങളുടെ പങ്ക് എന്താണ്? പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നമ്മൾ, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിൽ ഇത്തരം നവമാധ്യമങ്ങളുടെ പങ്ക്. അത് നമുക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തിട്ടും പഠിക്കാവുന്നതാണ്. സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ന്യൂ പ്രൊഡക്ട്സ്. പുതിയ പ്രൊഡക്റ്റുകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യത. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇങ്ങനെയുള്ള ഓൺലൈൻ കമ്പനികൾ, അല്ലെ? അത്തരം കമ്പനികൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പ്രൊഡക്ട്സ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതിൻ്റെ സാധ്യതകൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ട്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. പിന്നെ ഇ കൊമേഴ്സ്, ദ ചേഞ്ചിങ് ഫേസ് ഓഫ് റീറ്റെയിൽ ട്രേഡ്. ഇപ്പോൾ റീറ്റെയിൽ ട്രേഡിനകത്ത് ഇ കൊമേഴ്സിന് സാധ്യത. ഹോൾസെയിൽ ട്രേഡിൽ മാത്രമല്ല, റീറ്റെയിൽ ട്രേഡിലും ഇ കൊമേഴ്സിന് സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകളെക്കുറിച്ച് നമുക്കൊരു പഠന വിഷയം ആക്കാവുന്നതാണ്. ഇമ്പാക്റ്റ് ഓഫ് GST ഓൺ സ്മോൾ സ്കെയിൽ ബിസിനസ് ഇൻ റൂറൽ ഏരിയാസ്. ഇപ്പോൾ GSTയുടെ ഇമ്പാക്റ്റ്, അതിന് ചിലപ്പോൾ ദോഷമുണ്ടാകാം, ഗുണമുണ്ടാകാം.
അപ്പോൾ അത് സ്മോൾ സ്കെയിൽ ബിസിനസ്, ചെറുകിട വ്യവസായത്തെ എങ്ങനെ ബാധിച്ചു, അത് നമുക്കൊരു പർട്ടിക്കുലർ പഞ്ചായത്തോ അല്ലെങ്കിൽ പർട്ടിക്കുലർ താലൂക്കോ അങ്ങനെ എടുത്തിട്ട് പഠിക്കാവുന്നതാണ്. ക്യാഷ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ ഹൈപ്പർ ഓർ സൂപ്പർ മാർക്കറ്റ്. നമുക്കറിയാം സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് കുറവായിരിക്കും, മിക്കവാറും ക്യാഷ് ട്രാൻസാക്ഷനാണ് കൂടുതലുണ്ടാവും. അപ്പോൾ അവിടെയുള്ള ക്യാഷ് മാനേജ്മെൻറ്റ്, അപ്പോൾ അവിടെ പേയ്മെൻറ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാര്യങ്ങളും പഠന വിഷയം ആക്കാവുന്നതാണ്. റോൾ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാർട്ടപ്പ് പ്രോജക്ട്സ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സ്റ്റാർട്ടപ്പ് പ്രോജക്ട്സുകൾ ഇപ്പം ലൈക്ക് സ്കിൽ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഗവൺമെൻറ് സ്ഥലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രൊജക്റ്റുകൾക്ക് എന്താണ് വികാസത്തിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പങ്ക് ഉണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ വേണമെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുത്തിട്ട് ആ മേഖലയിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് പഠനം നടത്താവുന്നതാണ്. അതുപോലെ സ്റ്റഡി ഓൺ ദി മെയിൻ്റനൻസ് ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓഫ് സോൾ ട്രേഡർ. അപ്പോൾ നമ്മൾക്കറിയാം സോൾ ട്രേഡർ എന്ന് നമ്മുടെ നാട്ടിനകത്തൊക്കെയുള്ള ചെറുകിട വ്യാപാരികളാണ്. അപ്പോൾ ചെറുകിട വ്യാപാരികൾ ഏതൊക്കെ റെക്കോർഡുകളാണ്, ഏതൊക്കെ സാമ്പത്തിക രേഖകളാണ് സൂക്ഷിക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് നമ്മളെ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റി എടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റും. അവരെന്തൊക്കെ ബുക്കുകളാണ്, ഏതൊക്കെ ബുക്കുകളാണ്, അവർ ക്യാഷ് ബുക്കുണ്ടോ, അവർക്ക് മറ്റേ പർച്ചേസ് ഡേ ബുക്കുണ്ടോ, സെയിൽസ് ഡേ ബുക്കുണ്ടോ, അങ്ങനെ അവർ ഏതൊക്കെ ബുക്കുകളാണ് സൂക്ഷിക്കുന്നത്, അവർ റെക്കോർഡ് ചെയ്യുന്ന ബുക്കുകൾ എന്തൊക്കെയാണ്, അല്ല അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നമുക്ക് പറഞ്ഞ വിഷയം ആക്കാവുന്നതാണ്. പ്രോബ്ലം ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ഫേസ്ഡ് ബൈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഇൻ ദി ഗ്ലോബൽ ഇക്കണോമി. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഗ്ലോബൽ ഇക്കണോമിയാണ്. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രഡീഷണൽ, അതായത് പരമ്പരാഗത വ്യവസായങ്ങൾ, ഇപ്പം കൈത്തറി, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ സാധ്യതകളും, അതും ഒരു നല്ല വിഷയമാണ്. നമ്മൾ പർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കല ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ എടുത്താൽ മതി. അതേപോലെ സ്റ്റഡി ഓൺ വർക്ക് സ്ട്രെസ് ഫേസ്ഡ് ബൈ IT പ്രൊഫഷണൽസ്. IT പ്രൊഫഷണൽസ് നമുക്കറിയാം ഒരുപാട് സമയം കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വർക്ക് സ്ട്രെസ്, അപ്പോൾ അവർക്ക് വർക്കിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അത് നമുക്കൊരു പഠന വിഷയം ആക്കാവുന്ന ഒരു വിഷയമാണ്. സ്റ്റഡി ഓൺ വർക്ക് സ്ട്രെസ് ഫേസ്ഡ് ബൈ ലേഡി വർക്കേഴ്സ് ഇൻ ഷോപ്പിംഗ് മാൾസ്. നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ നമ്മുടെ നാട്ടിനകത്ത് ഇപ്പം ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വരികയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ലേഡീസ്, സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വർക്ക് സ്ട്രെസ്, അപ്പോൾ വർക്കിൽ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവരുടെ വേജസ് എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതായത് ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്താവുന്നതാണ്. പിന്നെ വരുന്നത് ചാലഞ്ചസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഫേസ്ഡ് ബൈ വുമൺ എൻ്റർപ്രണേഴ്സ്. നമുക്കറിയാം വുമൺ എൻ്റർപ്രണേഴ്സ്, ഒരുപാട് വുമൺ എൻ്റർപ്രണേഴ്സ് ഈ കാലത്ത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം വുമൺ എൻ്റർപ്രണേഴ്സിന്, വനിതാ സംരംഭകർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാധ്യതകളും, അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ പഠിക്കണം, അവർക്ക് എന്തൊക്കെ സാധ്യതകളാണുള്ളത്, വാട്ട് ആർ ദ പോസിബിലിറ്റീസ്, അത് നമുക്ക് പഠിക്കാവുന്ന ഒരു വിഷയമാണ്. സ്റ്റഡി ഓൺ പേയ്മെൻറ്റ് ഹാബിറ്റ്സ് ഓൺ റൂറൽ പീപ്പിൾ. അപ്പോൾ പേയ്മെൻറ്റ് നമുക്കറിയാം ഇപ്പോൾ എല്ലാം പേയ്മെൻറ്റ്സിൻ്റെ കാലമാണ്. ഗവൺമെൻറ് പോലും എല്ലാ കാര്യങ്ങളും പേയ്മെൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ അത്തരം സമയങ്ങളിൽ നമ്മുടെ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലുള്ള ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്കൊരു നല്ല പഠനം നടത്താവുന്ന ഒരു വിഷയമാണ്. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ പീപ്പിൾ ഓൺ ഗവേണൻസ്. നമുക്കറിയാം ഗവൺമെൻറ് എല്ലാ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഗവൺമെൻറ് എല്ലാ പരിപാടികളും ഇപ്പോൾ എന്താണ് ഓൺലൈൻ വഴിയാക്കാനുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഏകദേശം ഒരു 80% കാര്യങ്ങൾ ഈ ഗവേണൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വാട്ട് ആർ ദ പ്രോബ്ലംസ്, അപ്പോൾ അതിനുള്ള സജഷൻസ് ഉണ്ടാകും. ഇത് നമുക്ക് നല്ലൊരു പഠനം നടത്താവുന്ന ഒരു മേഖലയാണ്. സ്റ്റഡി ഓൺ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻ ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. അപ്പോൾ നമ്മുടെ വ്യാവസായിക യൂണിറ്റുകളിൽ ഉള്ള എംപ്ലോയികളുടെ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്, അവർ മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു പഠനം നടത്താവുന്ന വിഷയമാണ്. ഇതിനാണ് നമ്മൾ പറഞ്ഞ വിഷയം. ഇനി നമ്മളൊരു സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റിസർച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിനെ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് വിലയിരുത്തുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിന് നമ്മൾ ഒന്നാമത്തെ റിലവൻസ് ഓഫ് ദ ടോപ്പിക്കാണ്. റിലവൻസ് ആയി നമ്മൾ പഠനത്തിന് എടുത്തിരിക്കുന്ന വിഷയം അത്രമാത്രം കാലിക പ്രസക്തി ഉള്ളതാണ്, അതിന് റിലവൻസ് പരിശോധിക്കപ്പെടും. അത് റിലവൻസ് ഇല്ലാത്ത ഒരു വിഷയം നമ്മൾ
പഠനം നടത്തിയതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മുടെ ടൈമും വേസ്റ്റാണ്, പണം നഷ്ടമാണ്, എല്ലാം നഷ്ടവും. അപ്പോൾ നമ്മൾ ഒരിക്കലും ടോപ്പിക്കിന് റിലവൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം അതിൻ്റെ റിലവൻസ് പരിശോധിക്കപ്പെടും. രണ്ടാമതായിട്ട് അതിൻ്റെ നോളജ് അബൌട്ട് ദി ടോപ്പിക്. നമുക്ക് ആ ടോപ്പിനെ കുറിച്ച് എത്രമാത്രം നോളജ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ സെമിനാറിലൊക്കെ അല്ലെങ്കിൽ PhD thesis ഓപ്പൺ ഡിഫൻസിൽ നിങ്ങൾ ടോപ്പിക് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ച വിഷയമാണ്, നമ്മൾ എടുത്ത് പഠിച്ച വിഷയമാണ്. അപ്പോൾ നമ്മളതിൽ തറവായിരിക്കണം ആ വിഷയത്തിൽ. അതാണ് നോളജ് അബൌട്ട് ദി ടോപ്പിക്. നിങ്ങൾക്ക് ആ ടോപ്പിക്, നിങ്ങൾ പഠനം നടത്തിയ ടോപ്പിക്കിനെ കുറിച്ച് എത്രമാത്രം നോളജ് ഉണ്ട് എന്നുള്ളത് വിലയിരുത്തപ്പെടും. അതുപോലെ ക്രൈറ്റീരിയ ഫുൾഫിൽഡ് ഇൻ റൈറ്റിംഗ് ദ പേപ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞ സെമിനാർ പേപ്പറിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് പറഞ്ഞു, എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ റിക്വയർമെന്റ്സും ഉണ്ടായിട്ടുണ്ടോ, ഒരു സെമിനാർ പേപ്പറിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ക്രൈറ്റീരിയയും പാലിച്ചിട്ടുണ്ടോ എന്നൊന്നും വിലയിരുത്തപ്പെടും. പിന്നെ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻസ് ഓഫ് ദ സ്റ്റഡി. അതായത് നമ്മുടെ പഠനത്തിൻ്റെ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ കോൺട്രിബ്യൂഷൻസ്, എന്തൊക്കെ കോൺട്രിബ്യൂഷനാണ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റഡി. അതായത് നമ്മളിപ്പോൾ അതിന് നടത്തുന്ന നമ്മുടെ ഒബ്ജക്റ്റീവ്സും ഫൈൻഡിങ്സും നമ്മൾ കമ്പയർ ചെയ്യണം. ഒബ്ജക്റ്റീവ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തിൻ്റെ പഠനം നടത്തുന്നത്. പഠനം നടത്തി അതിൻ്റെ അവസാന ഫൈൻഡിങ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ സ്റ്റഡി. നമുക്ക് ഈ സ്റ്റഡിയിലൂടെ എന്തൊക്കെ സംഭാവനകളാണ് ആ മേഖലയ്ക്ക്, നമ്മൾ പഠനം നടത്തിയ മേഖലയിൽ എന്തൊക്കെ സംഭാവനകൾ നൽകാൻ പറ്റി, അപ്പോൾ അത്രമാത്രം സംഭാവനകൾ നൽകാൻ പറ്റും എന്നുള്ളതും വിലയിരുത്തപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഫൈൻഡിങ്സും വിലയിരുത്തപ്പെടും, നിങ്ങളുടെ പഠനത്തിൻ്റെ ആ മേഖലയിലേക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നും വിലയിരുത്തപ്പെടും. പിന്നെ അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ഓഫ് ദ ടോപ്പിക്. നമ്മൾ ആ സെമിനാർ പേപ്പർ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷൻ, നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരുന്നോ, നിങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ നിങ്ങളുടെ ആ പ്രസൻറ്റേഷൻ്റെ സ്റ്റൈല് ഇതൊക്കെ ഇവിടെ വിലയിരുത്തപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവാലുവേഷൻ സമയത്ത് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് കൊമേഴ്സ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.